ഈ കാർഗോ പോകുമ്പോൾ ഷിപ്പിനോ അതിലെ കാർഗോവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു പറ്റും എന്നുള്ളത്. മറ്റേ ഷിപ്പിൽ തീ പിടിച്ചിട്ട് ഒരുപാട് കാർഗോ നശിച്ചു. ഈ വാഗറീസ് ഓഫ് നേച്ചർ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള സംഭവമാണ്. കൊടുങ്കാറ്റ് വരുന്നു, സുനാമി വരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നത്. അത് ലോജിസ്റ്റിക്സും ഷിപ്പിംഗും മേഖലയിലുള്ളവരുടെ ഒരു പ്രശ്നമാണ്. അതിനെപ്പറ്റി ആലോചിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ദ കൊമേഴ്സ്യൽ ടീം ഓഫ് എ ഷിപ്പിംഗ് ലൈൻ ഓർ എ ലോജിസ്റ്റിക്സ് സർവീസ് ടീം ഈസ് സപ്പോസ് ടു ഡു. ഐ എം മോഹൻ മേനൻ, ഡീൻ അക്കാഡമിക്സ് ഓഫ് റിലയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിനെ പറ്റിയും അതിൽ ലോജിസ്റ്റിക്സിൻ്റെ ഫങ്ഷനെ പറ്റിയും പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ട്രേഡിൽ സംഭവിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിനെ പറ്റിയാണ് പറയാനുള്ളത്. അതിനകത്ത് ലോജിസ്റ്റിക്സിനുള്ള റോൾ എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ലോകരാജ്യങ്ങളെ നിലനിർത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ്. ഇൻ്റർനാഷണൽ ട്രേഡ് ഇല്ലെങ്കിൽ പല രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കുറയാനും അതുകൊണ്ട് പല രാജ്യങ്ങളുടെയും അഭിവൃദ്ധിയെ ബാധിക്കാനും സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനിയും തുറന്നു പോകുന്ന ഒരു മേഖലയാണ്. ഈ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് കാർഗോ ഒരു രാജ്യത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു രാജ്യത്ത് ഒരു പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള ലോജിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻ, അതായത് കാർഗോ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ കാർഗോ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ, ലോജിസ്റ്റിക്സ് കാർഗോ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ അമേരിക്കയിലുള്ളൊരു കാർഗോ അത് അമേരിക്കയിൽ നിന്നും ഒരു കപ്പലിൽ കയറ്റി അത് കൊച്ചിയിൽ ഒരു പോർട്ടിൽ വന്നാൽ, കേരളത്തിൽ കൊച്ചിയിലൊരു പോർട്ടിൽ വന്നാൽ അമേരിക്കയിൽ നിന്നും കൊച്ചിയിലേക്ക് ആ കാർഗോ എത്തുന്നു. അതേസമയം ലോജിസ്റ്റിക്സ് ഫങ്ഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമേരിക്കയിലൊരു ഇൻറ്റേർണൽ പോയിന്റിൽ നിന്നും ആ എക്സ്പോർട്ടറുടെ വെയർഹൗസിൽ നിന്നും ആ കാർഗോ എടുത്ത് അതൊരു സീ ഫ്രൈറ്റ് കണ്ടെയ്നറിൽ ലോഡ് ചെയ്ത് ഒരു അമേരിക്കയിലൊരു സീ പോർട്ടിൽ വന്ന് അവിടുന്ന് ഇന്ത്യയിലെ കേരളത്തിലൊരു സീ പോർട്ടിൽ വന്ന് അവിടുന്ന് ഇറ്റ് ഗോസ് ടു ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതായത് ഒരു പോയിന്റ് ടു അനദർ പോയിന്റ് മൂവ്മെൻറ്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ടറുടെ വെയർഹൗസിൽ നിന്നും ബയറുടെ വെയർഹൗസ് വരെ കാർഗോ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളുടെ ലോജിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻ. ഇനി ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഷിപ്പിംഗ്. ലോജിസ്റ്റിക്സ് എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് കാർഗോ. മൂവ്മെൻറ്റ് ഓഫ് കാർഗോ ഗ്ലോബലി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ US ഇൻറ്റേർണൽ പോയിന്റിൽ നിന്ന് കാർഗോ എടുത്ത് നമ്മൾ ഒരു സീ പോർട്ടിലേക്ക് വരുന്നു. അവിടെ നമുക്കൊരു റോഡ് ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ടേഷനോ ആവശ്യമുണ്ട്. അവിടുന്ന് നമ്മൾ കപ്പലിൽ കയറി ആ കപ്പൽ പല സീയും കടന്നാണ് നമ്മളെ കേരളത്തിലൊരു സീ പോർട്ടിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ കൊച്ചി ഓർ വിഴിഞ്ഞം. അവിടെ വന്ന് ആ കണ്ടെയ്നർ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് ഇൻറ്റേർണൽ പ്ലേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷനെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സിൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ലാൻഡ് ആൻഡ് സീ റൂട്ട്സ്. അതാണ് നമ്മൾ ലോജിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷിപ്പിംഗ് ലൈൻസ് ഇന്ന് കാർഗോ ഒരു സീ പോർട്ടിൽ നിന്നും എടുത്ത് വേറൊരു സീ പോർട്ടിൽ ഡെലിവറി കൊടുക്കുക എന്നുള്ള സർവീസാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീ ക്യാരേജും ഓൺ ക്യാരേജും, അതായത് ഷിപ്പറുടെ വെയർഹൗസിൽ നിന്ന് സീ പോർട്ടിലേക്ക് വരുന്നതും ഡെസ്റ്റിനേഷൻ സീ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ബയറുടെ വെയർഹൗസിലേക്ക് കൊടുക്കുന്നതുമായ സർവീസ് കൊടുക്കുന്നത് ഒരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഇന്ന് ലോകമാകെ വളരെയധികം ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വളരെയധികം നമ്പറുള്ള ഒരു ബിസിനസ് ഹൗസായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. they are giving a lot of value added services in the global cargo movement. അതിൽ ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള ഒരുപാട് ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഉണ്ട്. അവർ ഒരുപാട് പെർസെൻറ്റേജ് ഓഫ് കാർഗോ ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇൻ്റർനാഷണൽ ട്രേഡിൽ കാർഗോ മൂവ്മെൻറ്റ് വളരെ അധികം ഈസി ആയിട്ടും കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. It is very easy for the exporter and importer to make a contract and get the cargo delivered and arrange payments. അതാണ് ഇന്ന് നടക്കുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെ ബ്രൈറ്റർ സൈഡാണ്. നമ്മൾ ലോജിസ്റ്റിക്സിലുള്ളവരറിയേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ കാർഗോ പോകുമ്പോൾ ഷിപ്പിനോ അതിലെ കാർഗോവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു പറ്റും എന്നുള്ളത്. ഈയിടെ നമ്മൾ ഇവിടെ പേപ്പറിൽ കാണുകയുണ്ടായി, TV യിൽ ന്യൂസ് വരുന്നുണ്ടായിരുന്നു. 2 കപ്പലുകൾ
കേരളത്തിൻ്റെ കോസ്റ്റിൽ ഒന്ന് മുങ്ങുകയും ഒന്നിലൊരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത്. ഒന്ന് MSCയുടെ ഒരു കപ്പലായിരുന്നു, വിഴിഞ്ഞത്ത് വന്നിട്ട് പോകുന്നൊരു കപ്പലായിരുന്നു. മറ്റേത് NYK ലൈൻസ് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനിൻ്റെ കപ്പലായിരുന്നു. ആ ആക്സിഡൻറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്, TV യിലും പേപ്പറിലും വായിച്ച് മനസ്സിലാക്കിയത്, ആ ഒരു പ്രശ്നം കൊണ്ട് സീ ലൈഫിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് മനസ്സിലായത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിൽ നിന്നുള്ള ടോക്സിക് ആയിട്ടുള്ള കാർഗോ വെള്ളത്തിൽ വന്ന് അത് കരയിൽ വന്നു കഴിഞ്ഞാൽ സീ കോസ്റ്റിൽ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേസമയം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനകത്തുണ്ടായിരുന്ന കണ്ടെയ്നേഴ്സിന് എന്തു പറ്റി? എത്രയോ കണ്ടെയ്നേഴ്സ്, 36 കണ്ടെയ്നർ മറ്റേ സീയിൽ പോയി എന്ന് പറഞ്ഞു. ആ ഷിപ്പ് അവസാനം സിങ്ക് ചെയ്തു. മറ്റേ ഷിപ്പിൽ തീ പിടിച്ചിട്ട് ഒരുപാട് കാർഗോ നശിച്ചു. ഈ കാർഗോവിന്, ആ നശിച്ചു പോയ കാർഗോവിന് എന്ത് സംഭവിച്ചു, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കാൻ മാർഗമില്ല. കാരണം അത് ലോജിസ്റ്റിക്സും ഷിപ്പിങ്ങും മേഖലയിലുള്ളവരുടെ ഒരു പ്രശ്നമാണ്. അതിനെപ്പറ്റി ആലോചിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത്. നമുക്ക് കാർഗോ, ഒരു ഷിപ്പിൽ കാർഗോ പോകുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. ഒന്ന് ഷിപ്പ് റിലേറ്റഡ്, ഷിപ്പിന് വരാവുന്നൊരു പ്രശ്നം, ഷിപ്പിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം, അല്ലെങ്കിൽ ഷിപ്പിങ്ങിൽ ചെയ്യുന്നതിൻ്റെ ഒരു അൺപ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു രീതി, ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു പ്രശ്നം വരാം. രണ്ടാമത്തെ കാര്യം, കോമൺ ആയിട്ട് പറയുന്നത് ദർ ക്യാൻ ബി പ്രോബ്ലം വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയും. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം, ഒരു സുനാമി, ഒരു റഫ് സീ, ഒരു പൈറസി, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. നമ്മൾ പറഞ്ഞ ആദ്യത്തെ കാര്യം, അതായത് ഒരു ഷിപ്പിൻ്റെ പ്രോബ്ലം കൊണ്ട് ഒരു കാർഗോവിന് ബുദ്ധിമുട്ട് വരികയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു ഇൻഷുറൻസ് സ്കീമുണ്ട്. നമ്മുടെ ബിൽ ഓഫ് ലേഡിങ്ങിന് ഒരു ഇൻഷുറൻസ് ഉണ്ട്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ് നമ്മൾ കാർഗോ കൊണ്ടുപോകുമ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അതിനൊരു ഇൻഷുറൻസ് കവറുണ്ട്. അപ്പോൾ ആ ഇൻഷുറൻസ് കവർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടുന്നു, സെറ്റിൽ ചെയ്യുന്നു. അതിനകത്ത് ഷിപ്പിംഗ് കമ്പനിയും ബയർ അല്ലെങ്കിൽ സെല്ലർ അത് സെറ്റിൽ ചെയ്ത് ആ പേയ്മെൻറ്റ് ക്ലിയർ ആക്കുന്നു. അത് വളരെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. അതേസമയം ഈ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു ആക്സിഡൻറ്റ് കപ്പലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ഒന്നിനും ഒരു എവിഡൻസ് വരുന്നില്ല. ഹൈ സീസിൽ ഒരു വല്ലാത്ത സൈക്ലോണിക് കണ്ടീഷൻ വന്നു, കപ്പൽ മുങ്ങാൻ പോകുന്നൊരു എന്ത് വരുന്നു, കപ്പലിലെ ക്രൂവിന് കപ്പൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ക്യാപ്റ്റനുള്ള ഓപ്ഷൻ 3 ആണ്. ഒന്ന്, ക്രൂവിനെ സേവ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം കപ്പൽ സേവ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം കാർഗോ സേവ് ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ക്യാപ്റ്റൻ്റെയും ചീഫ് ഓഫീസറുടെയും മുമ്പിൽ വരുന്നത്. അവരാണ് 3 പേര് അതിൻ്റെ ലീഡ് ടീം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്യാപ്റ്റന് അധികാരമുണ്ട്. അതായത് കപ്പലിൽ കണ്ടമാനം കണ്ടെയ്നേഴ്സ് ഫുൾ കപ്പാസിറ്റിയിൽ പോവുകയാണെങ്കിൽ, കപ്പലിൽ നിന്നും കുറച്ച് കണ്ടെയ്നേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ, കപ്പലൊന്ന് ലൈറ്റായി കഴിഞ്ഞാൽ, ആ സിറ്റുവേഷൻ മറികടന്ന് കപ്പൽ സേവ് ചെയ്ത് ഈ പറഞ്ഞ പ്രയോറിറ്റിയിൽ അതിലെ ക്രൂവിനെയും കപ്പലിനെയും മാക്സിമം കാർഗോവും സേവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, the captain has the authority to take a decision. Ship's captain has got an authority to take a decision that some of the containers are thrown overboard into the sea. അപ്പോൾ കണ്ടെയ്നർ കളയാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. എന്നിട്ട് സപ്പോസ് ദ ഷിപ്പ് കംസ് ടു എ സ്റ്റെബിലിറ്റി, ആ സ്റ്റെബിലിറ്റി പോയിന്റിൽ ദ ഷിപ്പ് ഈസ് മൂവിങ് ടു ദ നിയറസ്റ്റ് അവൈലബിൾ സീ പോർട്ട്. അപ്പോൾ ആ ഷിപ്പ് ഈസ് ഇൻ ഡിഫിക്കൽട്ടി. അങ്ങനെ വരുന്ന സമയത്ത് ദ ഷിപ്പ് ഈസ് ഇൻ പെറിൽ എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ നിയറസ്റ്റ് സീ പോർട്ട് എവിടെയാണോ ഉള്ളത് ആ ഏരിയയിലേക്ക് പോയിട്ട്, ഇറ്റ് മേ ബി ലിറ്റിൽ ഓഫ് ട്രാക്ക്, ഷിപ്പ് പോകേണ്ട റൂട്ടായിരിക്കില്ല ചിലപ്പോൾ, ആ ഒരു പോർട്ടിൽ പോയി ബെർത്ത് ചെയ്തിട്ട്, ആൻഡ് ദ സീ പോർട്ട് ഈസ് സപ്പോസ് ടു റിസീവ് സച്ച് വെസൽ ഇൻ പെറിൽ, എടുത്തിട്ട് ദ ഷിപ്പിൻ്റെ ഓണേഴ്സ് ഡിക്ലെയർ ദ ഷിപ്പ് ഓൺ ജനറൽ ആവറേജ്. ഒരു കപ്പൽ ജനറൽ ആവറേജിൽ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു SOS സിറ്റുവേഷൻ വിച്ച് ഈസ് ബ്രാക്കറ്റഡ് ആസ് ആക്ട് ഓഫ് ഗോഡ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഒരു ക്യാപ്റ്റൻ എടുക്കുകയും അതിനുള്ള സെറ്റിൽമെൻറ്റാണ് ജനറൽ ആവറേജ് എന്ന് പറയുന്നത്. എന്താണ് ജനറൽ ആവറേജ്? ജനറൽ ആവറേജ് എന്ന് പറയുന്നത്, സപ്പോസ് ഒരു 1000 കണ്ടെയ്നറായിട്ട് പോകുന്നൊരു ഷിപ്പാണെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, 1000 കണ്ടെയ്നറായിട്ട് പോകുന്നൊരു കപ്പൽ ഇതുപോലൊരു ബുദ്ധിമുട്ട് വന്നു, അതിൽ നിന്നും ഒരു 10 കണ്ടെയ്നർ പുറത്ത് പോകേണ്ടി വന്നു, എടുത്ത് കളയുന്നു. ഈ 10 കണ്ടെയ്നർ എടുത്ത് കളഞ്ഞിട്ട് ഈ കപ്പൽ ബാക്കി 990 കണ്ടെയ്നേഴ്സായിട്ട് അതൊരു പോർട്ടിൽ പോകുന്നു. പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ദ ഷിപ്പിംഗ് കമ്പനി ടേക്ക് ഓൾ ദ ഡീറ്റെയിൽസ്, and the shipping company first declare general average and they take all the details, and then the rule is, ഈ 10 കണ്ടെയ്നറിൻ്റെ വാല്യൂ എന്താണോ വരുന്നത്, ആ 10 കണ്ടെയ്നറിൻ്റെ വാല്യൂ ബാക്കിയുള്ള 990 കണ്ടെയ്നേഴ്സിൻ്റെ ഓണേഴ്സിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവരത് പേ ചെയ്യണം.
അതാണ് ആ റൂള്. കാരണം ഇറ്റ് ഈസ് ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് എനിബഡി. ഷിപ്പിംഗ് കമ്പനിയുടെ കുഴപ്പമല്ല, ഷിപ്പിൻ്റെ കുഴപ്പമല്ല, ക്രൂവിൻ്റെ കുഴപ്പമല്ല, ഒന്നുമല്ല. ബട്ട് ഇറ്റ് ഇസ് എ ആക്ട് ഓഫ് ഗോഡ്. ഈ വാഗറീസ് ഓഫ് നേച്ചർ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള സംഭവമാണ്. കൊടുങ്കാറ്റ് വരുന്നു, സുനാമി വരുന്നു, അല്ലെങ്കിൽ വലിയൊരു സീ സ്വെല്ല് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് what is applicable is the ship is declared in a force majeure situation and the force majeure leads to general average. അപ്പോൾ അങ്ങനെ എന്ത് ലോസ് വന്നോ ആ ലോസ് വന്ന കാർഗോവിൻ്റെ വാല്യൂ ആരുടെ എല്ലാം കാർഗോ സേവ് ചെയ്തോ ആ സേവ് ചെയ്ത എല്ലാവരുടെയും കാർഗോ ആ ഓണേഴ്സിനെ കൊണ്ട് അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് കൊടുപ്പിക്കുന്നു. അങ്ങനെയാണ് ആ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത്. അതിനാണ് ജനറൽ ആവറേജ് എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ജനറൽ ആവറേജ് എങ്ങനെയാണ് വരുന്നത്? എന്ത് കറൻസി? പൗണ്ട് സ്റ്റേർലിംഗ് ആണോ, US$ ആണോ, ഇന്ത്യൻ റുപ്പി ആണോ, ചൈനീസ് കറൻസി ആണോ? അപ്പോൾ ഏത് കറൻസിയിലാണ് ഈ സെറ്റിൽമെൻറ്റ് വരുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഇൻ പൗണ്ട് സ്റ്റേർലിംഗ് ഓർ US$, വിച്ച് ഈസ് ദ ടു സ്ട്രോങ്ങസ്റ്റ് കറൻസി ഇൻ ദ വേൾഡ്, ബട്ട് ഇറ്റ് ഈസ് അണ്ടർ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, SDR എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ് അവർ ഉപയോഗിക്കുന്നത്. SDR എന്ന് പറഞ്ഞാൽ അവർ അതിനകത്തുള്ള കാർഗോ രാജ്യങ്ങളുടെ കറൻസി എടുത്തിട്ട് അതിനകത്തൊരു ആവറേജ് വന്നിട്ട് ആ ആവറേജ് എമൗണ്ട് എന്താണോ ആ ആവറേജ് എമൗണ്ടിലായിരിക്കും ഈ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നത്. നൗ ഈ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ലോജിസ്റ്റിക്സും സെയിൽസിലുമുള്ളവർ ചെയ്യേണ്ട ജോലി? അത് ഷിപ്പിംഗ് ആണെങ്കിലും ലോജിസ്റ്റിക്സ് ആണെങ്കിലും അവിടുത്തെ ടീം എന്താണ് ചെയ്യേണ്ടത്, അവിടെ വർക്ക് ചെയ്യുന്നവരെന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓരോ കപ്പലിലും പോകുന്ന കാർഗോവിന് ഒരു നെഗോഷിയേഷൻ കഴിഞ്ഞു, അതിൻ്റെ പേയ്മെൻറ്റ് മിക്കവാറും ബയർക്ക് കിട്ടിക്കാണണം. പിന്നെ ആ കാർഗോ സെയിൽ ചെയ്ത് ബയർക്ക് റിസീവ് ചെയ്ത് ബയർ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ബയർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ്, ബയറിന് കിട്ടേണ്ട സമയത്താണ് ഈ അപകടം വരുന്നത്. ഈ അപകടം വന്നു കഴിഞ്ഞാൽ ഹീ ഈസ് കൺസേൺഡ്, ദ സെല്ലർ ഈസ് കൺസേൺഡ്. സെല്ലറിന് പൈസ കിട്ടിയെന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. സെല്ലറിന് വീണ്ടും റിപ്പീറ്റഡ് ഓർഡേഴ്സ് ആ ബയറായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എക്സ്പോർട്ടർ അടുത്തുള്ള സ്റ്റാഫും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിലുള്ള സ്റ്റാഫും ഈ ഡീറ്റെയിൽസ് എല്ലാം ഷിപ്പിൽ നിന്ന് അറിഞ്ഞ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം എന്താണെന്ന് അറിഞ്ഞ്, SDR സെറ്റിൽമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ഫ്രം ടൈം ടു ടൈം, ഓൾമോസ്റ്റ് ഓൺ എ ഡെയിലി ബേസിസ് നമ്മുടെ ട്രേഡിനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവർക്കതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമ്മൾ കാർഗോ ബുക്ക് ചെയ്യുന്ന മാതിരിയോ കാർഗോ കൊണ്ടുപോകുന്ന മാതിരിയോ അല്ല, അതിലൊക്കെ വളരെയധികം 10 മടങ്ങ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് ഒരു കാർഗോ ലോസ് വരിക എന്നുള്ളത്. ഇറ്റ് അഫക്ട്സ് മെനി ഓഫ് ദെയർ പ്ലാനിങ്. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഒരു ഷിപ്പിംഗ് അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവിന് ചെയ്യാനുള്ളത്. അത് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടും ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ടും എങ്ങനെ ചെയ്യുന്നു, മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ബോത്ത് ഷിപ്പർ ആൻഡ് ദ ബയർ, സെല്ലർ ആൻഡ് ദ ബയർ, ആ കമ്പനികളായിരിക്കും സക്സസ്ഫുൾ. കാരണം അവർക്ക് ദേ എസ്റ്റാബ്ലിഷ് എ ക്രെഡിബിലിറ്റി ഓവർ എ സിറ്റുവേഷൻ ആൻഡ് ദേ റീറ്റെയിൻ ദ ബിസിനസ് ഫ്രം ദ സെയിം കസ്റ്റമർ. അവർക്ക് തിരിച്ചും ആ കാർഗോ എടുക്കാനും അവരുടെ കാർഗോ തിരികെ കൊണ്ടുപോകാനുമുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിൽ നിന്ന് അവർക്കൊരു റവന്യൂ ഏണിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ദ കൊമേഴ്സ്യൽ ടീം ഓഫ് എ ഷിപ്പിംഗ് ലൈൻ ഓർ എ ലോജിസ്റ്റിക്സ് സർവീസ് ടീം ഈസ് സപ്പോസ് ടു ഡു. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെയുള്ള 2-3 സിറ്റുവേഷൻസ് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവിന് വളരെയധികം കോൺഫിഡൻസും വളരെയധികം എക്സ്പീരിയൻസും ലേണിങ്ങും നടക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. ദോ ഇറ്റ് ഇസ് ഓൺ എ നെഗറ്റീവ് നോട്ട്, സംഭവം ഒരു നെഗറ്റീവ് നോട്ടാണെങ്കിലും അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ ഭാവിയിൽ കരിയർ ഗ്രോത്തിൽ അത് വളരെയധികം ഉപയോഗിക്കാനും വളരെയധികം സാധിക്കും. സോ ഐ ഷാൽ കം ബാക്ക് ടു യു വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് വെരി സൂൺ.